ജൂൺ 11-ന് 48 ടീമുകൾ തുടങ്ങിയ പോരാട്ടം ഇപ്പോൾ 4 ടീമുകളായി ചുരുങ്ങിയിരിക്കുന്നു. ടൂർണമെന്റിലെ 104 മത്സരത്തിൽ 100 മത്സരവും പൂർത്തിയായി. ഇനി വെറും 4 മത്സരങ്ങൾ. ആരായിരിക്കും 2026 ഫിഫ വേൾഡ് കപ്പിലെ ജേതാവ്? അതിനായി 4 ടീമുകൾ വീണ്ടും കളത്തിലിറങ്ങുന്നു. സ്പെയിൻ, ഫ്രാൻസ്, അർജന്റീന, ഇംഗ്ലണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന ക്വാർട്ടർ മത്സരത്തോടെയായിരുന്നു സെമി ഫൈനലിൽ ചിത്രം തെളിഞ്ഞത്. മൂന്നാം ക്വാർട്ടറിൽ ഇംഗ്ലണ്ട് നോർവേയെ തോൽപ്പിച്ച് സെമി ഫൈനൽ ടിക്കറ്റ് നേടിയപ്പോൾ മറ്റൊരു ക്വാർട്ടറിൽ അർജന്റീന സ്വിറ്റ്സർലൻഡിനെ മുട്ടുകുത്തിച്ചാണ് വരുന്നത്. ശരിക്കും 14-ന് ഡാലസിൽ നടക്കുന്ന സ്പെയിൻ ഫ്രാൻസ് പോരാട്ടം ഒരു യൂറോപ്യൻ പോരാട്ടം എന്നതിനപ്പുറം യുവാക്കൾ തമ്മിലുള്ള ഒരു പോര് കൂടിയാവും. ഫ്രാൻസിലെയും സ്പെയിനിലെയും യുവതാരങ്ങൾ ഒരുപാട് അണിനിരക്കുന്ന ഒരു പോരാട്ടമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഡാലസ് സ്റ്റേഡിയത്തിലെ ആദ്യ സെമി ഫൈനലിൽ തീ പാറുന്ന പോരാട്ടം നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാം. രണ്ടാം സെമി ഫൈനലിൽ ഇംഗ്ലണ്ടും അർജന്റീനയും തമ്മിലാണ് പോരിനിറങ്ങുന്നത്. ശരിക്കും മെസ്സിയുടെ കരിയറിൽ ആദ്യമായാണ് അദ്ദേഹം ഇംഗ്ലണ്ടിനെ നേരിടുന്നത്. അതുമാത്രമല്ല, ചരിത്രപരമായി ഇംഗ്ലണ്ടും അർജന്റീനയും ഒരുപാട് റൈവലറി ഉള്ള ടീമുകളാണ്. ദൈവത്തിന്റെ കൈ എന്ന വിഖ്യാതമായ ഗോൾ വന്ന ഈ ഇംഗ്ലണ്ടും അർജന്റീനയും തമ്മിലുള്ള പോരാട്ടത്തിലായിരുന്നു. അങ്ങനെ ഒരുപാട് വിവാദങ്ങൾക്ക് വഴിവെച്ച മത്സരങ്ങളാണ് അർജന്റീനയും ഇംഗ്ലണ്ടും. എന്തായാലും ലയണൽ മെസ്സിയുടെ കരിയറിൽ ആദ്യമായാണ് അദ്ദേഹം ഇംഗ്ലണ്ടിനെതിരെ പോരിനിറങ്ങുന്നത്. 15-ന് അറ്റ്ലാന്റ സ്റ്റേഡിയത്തിലാണ് ഇംഗ്ലണ്ടും അർജന്റീനയും തമ്മിലുള്ള പോരാട്ടം. ഏതായാലും ഈ 4 ടീമുകളും വിശ്വകിരീടത്തിനായി പോരിനിറങ്ങുമ്പോൾ നമുക്ക് കാതോർത്ത് കാത്തിരിക്കാം. ആരാകും 2026 ഫിഫ വേൾഡ് കപ്പിലെ കിരീട ജേതാവ്?